ഞാൻ അന്വേഷിച്ച് പോയതിൽ അടയാളം എന്നെ അന്വേഷിച്ച് വന്നതാണ് ശരിക്കും സംഭവിച്ചത്. ഇവരൊക്കെയാണല്ലോ അടുത്ത ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ്. അതെ അതെ. എന്താണ് അടയാളം? ടെക്നോ പാർക്ക്, എല്ലാ യൂത്ത്, അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിന്റെ പേര് മിലി മാത്യൂസ്. അപ്പം ആ ക്യാരക്ടറിന് കുറച്ച് ബോൾഡ് ആയിട്ട് കുറച്ചൊരു വില്ലനിസം വരുന്ന ഒരു സംഭവമാണ്. വാലന്റൈൻസ് ഡേയും അടയാളവുമായിട്ട് കണക്ട് ചെയ്താൽ കണക്ട് ചെയ്യേണ്ടവർ നാളെ കണക്ട് ചെയ്യട്ടെ. Through tripping Aquafina, I'm sipping 15, kept a weapon on me. Flow make bitches, I'm my business, stack chicken like what is. ഇന്ന് ആക്ച്വലി പോഡ്കാസ്റ്റിൽ എനിക്ക് കുറച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരാളാണ്. കുറേ കാലമായിട്ട് ഞാൻ റേഡിയോയിൽ വന്ന സമയം മുതൽ എനിക്ക് പരിചയമുള്ള ഒരാളുടെ സിനിമ വെബ് സീരീസ് കണ്ടിട്ട് വന്നിരിക്കുന്ന ഒരു എനർജിയിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ അതിൻ്റെ ക്രൂ ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അടയാളം എന്ന് പറയുന്ന വെബ് സീരീസിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ കൂടെയുള്ളത് ശരത് ആർ ശിവ, ഗായത്രി മയൂരി ആൻഡ് രാഹുലേട്ടൻ. രാഹുലേട്ടൻ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ എല്ലാവരിലേക്കും വരാം. ഫസ്റ്റ് തന്നെ ഡയറക്ടർ, എന്താണ് അടയാളം? അടയാളം പറയൂ. അടയാളം ആക്ച്വലി ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഫിലിമിൻ്റെ പല പാർട്സുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. സോ ഡിറക്ഷൻ എന്ന് പറയുന്ന ഒരു പാഷൻ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസം അടയാളം കയറി വന്നത്. ആക്ച്വലി ഞാൻ അന്വേഷിച്ച് പോയതിൽ അടയാളം എന്നെ അന്വേഷിച്ച് വന്നതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയായ ബിൻ സാർ ആക്ച്വലി പെട്ടെന്ന് വിളിച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളൊരു പ്ലാനിൽ വന്നതാണ്. പിന്നെ അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് ചെയ്യാം, കുറച്ചുകൂടെ കണ്ടൻസ് അതിനകത്തുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറച്ചുകൂടെ നമ്മൾ തന്നെ എക്സ്പാൻഡ് ചെയ്തു. ഞാൻ തന്നെയാണ് അത് സ്ക്രിപ്റ്റും ചെയ്തത്. സോ അറ്റ് ലാസ്റ്റ് അതൊരു വെബ് സീരീസ് ആയി മാറി. ഇവിടം വരെ എത്തി. ഇനി ബാക്കി യൂട്യൂബിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, രാഹുലേട്ടാ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഇതിലേക്ക് എന്നെ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോ, പോലീസായിട്ട് കിട്ടിക്കിട്ടുണ്ട്. ആദ്യമായിട്ടല്ല കാണുന്നത്, പക്ഷെ എന്നാലും ആ മീശയും കാര്യങ്ങളും ചില സമയത്ത് ഇതില് സന്തോഷിക്കണോ ഡൗട്ടിലാണ്. അപ്പൊ അങ്ങനെ വിശ്വം വിളിച്ചു. അത് കഴിഞ്ഞ് ശരത്തിനോട് ഫോണിൽ സംസാരിച്ചു. ശരത്ത് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. നമുക്ക് റാൻഡമായിട്ട് കുറെ എപ്പോഴും ഷോർട്ട് ഫിലിമിന്റെ സീരീസിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് വരും. അപ്പൊ അതിരുന്ന് വായിക്കുമ്പം കൂടുതലും പോലീസ് സ്റ്റേഷൻ തന്നെയാണ് വരുന്നത്. അപ്പം അത് നമുക്ക് എപ്പോഴും ചെയ്യണോ വേണ്ടയോ, ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ശരത്തിനോട് എന്തായാലും നമുക്ക് നേരിട്ട് കാണാം, ആരോടും മറ്റേ ഫോൺ ഞാൻ ശരിയല്ലോ, നേരിട്ട് കാണാം. ശരത്തിനെ പോയി കണ്ടു. ശരത്തിനോട് സംസാരിച്ചപ്പോ ഓക്കെ, ദിസ് ഗൈ ഹാസ് ഗോട്ട് കൺവിക്ഷൻ. ഇയാൾ ഒരു സിനിമ ചെയ്യും. പക്ഷെ അയാളുടെ ഒരു വിഷനും കാര്യങ്ങളും ആയിരിക്കില്ല, നമ്മള് ആ ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചായിരിക്കില്ല. സ്ക്രിപ്റ്റ് ഒരു ഡീസന്റ് സ്ക്രിപ്റ്റ് ആണ്. എനിക്ക് മറ്റേ ഭയങ്കര സംഭവം, കാരണം ഇതൊരു യൂട്യൂബിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലും ലിമിറ്റഡ് ടൈമിലും ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആണ്. നമുക്ക് മറ്റേ അണ്ടകടാഹം എഴുത്തും പരിപാടികളൊന്നും ഇല്ല, ഉണ്ട്. അപ്പം അത് ഇയാള് ചെയ്യും എന്നുള്ളൊരു തോന്നല് വന്നു. അങ്ങനെയാണ് മോർ ദാൻ ദ സ്ക്രിപ്റ്റ്, ഫിലിം മേക്കറിലുള്ള ട്രസ്റ്റ് കാരണമാണ് നമ്മളത് പിടിച്ചത്. നമുക്കും ആക്ടിങ് ഒരു പ്രാക്ടീസ് ആണല്ലോ. ഞാൻ ഇതേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചു വേറെ വന്നു. അതിലും നല്ലത് വരുന്നതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്തിട്ടുള്ളത്. ശരത്തിന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഇയാൾ ഇനി ഒരു സിനിമ ചെയ്യും, ഞാനതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാം. സിനിമ ചെയ്യുമ്പോ എന്നെ ഇതിൽ നല്ല ക്യാരക്ടർ വിളിക്കുമായിരിക്കും, എന്നെ വെച്ച് ചെയ്യണമെന്ന് നല്ല ക്യാരക്ടർ റോള് കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ ഇപ്പം ഇവരൊക്കെയാണല്ലോ അടുത്ത ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ്. നല്ല ആളുകൾ കയറി വരാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. ഗായത്രി എങ്ങനെയാണ് എത്തിയത്? ഞാൻ ആസ് യൂഷ്വൽ ഇവരുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ നിന്ന് തന്നെ എന്നെ കാസ്റ്റ് ചെയ്യായിരുന്നു. എനിക്കൊന്നും ആദ്യം എന്നെ കണക്ട് ചെയ്യുന്നത് ശ്രീജിത്ത്, ഇതിൽ നന്ദു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത്. പുള്ളിയാണ് ഇങ്ങനെ എന്റെ ക്യാരക്ടറിന്റെ പേര് മിലി മാത്യൂസ്. അപ്പം ആ ക്യാരക്ടറിന് കുറച്ച് ബോൾഡ് ആയിട്ട് കുറച്ചൊരു വില്ലനിസം വരുന്ന ഒരു സംഭവമാണ്. അപ്പം ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്ന ആദ്യം ശ്രീജിത്തായിരുന്നു. ശ്രീജിത്ത് ത്രൂ ആണ് പിന്നെ അഭിനന്ദ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ. അതുകൊണ്ടാണോ ശ്രീജിത്തിന് ആ പടം മുഴുവനായിട്ട് എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നത്? അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഇനി 3 പേരോടും കൂടിയാണ്. അതിൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഉത്തരം പറയാം. അതായത് ഈ വരുന്ന 14-ാം തീയതി എന്ന് പറയുന്നത് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ദിവസമാണ്. അവർ ആഘോഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആഘോഷിക്കണം എന്നൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണ് ആ സമയത്തിന് ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂവി വെബ് സീരീസ് റിലീസ് ചെയ്യാനുള്ള ഒരു റീസൺ?
അല്ല അത് ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞപ്പോ കുറെ മീംസ് വരുന്നത്, ഓ, അവർക്ക് എന്തെങ്കിലുമൊക്കെ കാണണ്ടേ, mindset അവർക്ക് ഒരു ത്രില്ലർ കാണാം. ഓക്കെ, അങ്ങനെ പിടിച്ചതാണ്. അല്ല അത് ഇതിപ്പോ എന്താ പറയാ, കോയിൻസിഡന്റ് ആയിട്ട് ആ ഡേറ്റിലോട്ട് വന്നു എന്നാണ് ശരിക്കും പറയാൻ പറ്റുന്ന ഒരു ഫാക്ടർ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ കണക്ട് ആവും, ഈ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ആവട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് തന്നെ രാഹുൽ എണ്ണ വെച്ച് തന്നെ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നോ? ആക്ച്വലി നമ്മള് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈ സീനിയർ ആയിട്ടുള്ള, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടും കുറെ കൂടെ മെച്യൂർ ആയിട്ടും ഭയങ്കര മെച്യൂർ ആയിട്ടും അങ്ങനെ ഹൈ എൻഡിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. കുറച്ചുകൂടെ റൂഡ് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പുഷ് ചെയ്യാം. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ശരിക്കും എഴുതി തുടങ്ങിയത്. പിന്നീട് ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് വന്നു. ഇത് കാരണം ഒരു പ്ലോട്ട് നടക്കുന്നത് ഒരു IT ഫേമിലാണ്, ടെക്നോ പാർക്ക്, എല്ലാ യൂത്ത് അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശരിക്കും കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് അവസാനം ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്ന കുറച്ച് ആളുകളിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷൻ സ്വന്തമായിട്ട് പോലീസ് യൂണിഫോം ഉള്ള സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു. സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തപ്പോഴേ ആദ്യം പറഞ്ഞു. പ്രശ്നം നമ്മൾ ഈ സിനിമകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും റെഡിമെയ്ഡ് യൂണിഫോംസ് ഉണ്ടാവും, ഇതൊന്നും എനിക്ക് ഫിറ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് നമ്മുടെ യൂണിഫോമിനനുസരിച്ച് ചെയ്യും. റാങ്ക് അനുസരിച്ച് മറ്റേ സ്റ്റാറുകളും അല്ല ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴും ചേട്ടാ പറഞ്ഞ ലാഭത്തിന്റെ അത് ഇരട്ടിപ്പണിയാണ്. അത് ആക്ച്വലി കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. ബാക്കി ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം, പുള്ളിക്കാണ് കറക്റ്റ് സെറ്റ് ആയിട്ട് അവസാനം വന്നത്. പക്ഷെ സ്ക്രീനിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു പോലീസുകാരന്റെ ആ ഒരു എടുപ്പ് എല്ലായിടത്തും അറിയണ്ടേ. സ്റ്റേഷനിൽ പോയവർക്ക് അറിയാം പോലീസുകാരൻ ആരാണെന്നുള്ളത്, അപ്പൊ മനസ്സിലാവും. ഓക്കെ, ഇനി ഗായത്രി, ഈ ക്യാരക്ടർ എസ്പെഷ്യലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് ഒരു ചെറിയ ഷെയ്ഡ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതിനെങ്ങനെ യൂഷ്വലി അതാണോ ചെയ്യാറുള്ളത്, അതാണോ ചെയ്യാനാണോ ഇഷ്ടം? നെഗറ്റീവ് ഷെയ്ഡിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അതാണ് കൂടുതൽ എനിക്ക് കിട്ടാറുള്ള ഒരു കോംപ്ലിമെന്റ്. നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണം, നീ വെറുതെ ചുമ്മാ നിന്നൊന്ന് സ്റ്റെയർ ചെയ്താൽ മതി, എനിക്ക് ആ സാധനം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആണോ എന്നുള്ളത് എന്തായാലും കണ്ട് മനസ്സിലാക്കും. ഞങ്ങൾ ആദ്യം ലുക്കിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് പോലെ ചെറുതായിട്ട് നടത്തി. പിന്നീട് ക്യാരക്ടറിന് ഈ ഫോട്ടോ ഫ്രെയിം ഒരെണ്ണം ചെയ്യാനായിട്ട് ഇതിന്റെ ആവശ്യമാണ്. അപ്പൊ അതിൽ കുറച്ച് ക്യാരക്ടർ വെളിയിലോട്ട് വരണം. ഈ മിലി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഫേസിൽ എക്സ്പ്രഷനിൽ തന്നെ വരണം. നോക്കിയപ്പോ ഇത് കറക്റ്റ് ആവും, വേറെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ റൂഡ്നെസ്സും കാര്യങ്ങളെല്ലാം ആ ഫോട്ടോ തന്നെ ജീവിക്കായിരുന്നു. ഓക്കെ 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 ഓക്കെ. ഇനി എനിക്ക് അറിയേണ്ട മറ്റ് കാസ്റ്റുകൾ ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെയുള്ള, അവരെ കുറിച്ചൊക്കെ. ആക്ച്വലി എനിക്കൊരു ടീമുണ്ട്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ ചെയ്യുന്നവരുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, അഭിനയിക്കുന്നവരുണ്ട്, മ്യൂസിക്, എല്ലാ വർക്കുകളും ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് വർക്കുകൾ കോർപ്പറേറ്റിലും അല്ലാതെയൊക്കെ നമ്മൾ കൊമേഴ്ഷ്യലി ചെയ്തു വന്നത് കൊണ്ട് ആ ഒരു ടീം ഓൾറെഡി സെറ്റായിരുന്നു. അപ്പോൾ പ്രൈമറി കാസ്റ്റിംഗ് നടന്നപ്പോൾ തന്നെ, സ്ക്രിപ്റ്റിംഗ് നടന്നപ്പോൾ തന്നെ നമുക്ക് ഉണ്ട് ഇന്ന ആള് ഇന്ന പൊസിഷൻ. അപ്പൊ അങ്ങനെ വന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ക്രൂവിലൊക്കെ ഉള്ള. ശ്രീജിത്ത് ആയാലും ജയകൃഷ്ണൻ, അമൽ, ഇവരെല്ലാം ഓൾറെഡി കയറി വന്ന ക്യാരക്ടേഴ്സ്, നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിനുവേണ്ടി നമ്മൾ എന്താ പറയുക, അങ്ങനെ തന്നെ അവരെ ഫിക്സ് ചെയ്യുകയായിരുന്നു. പിന്നെ അഡീഷണലി വന്ന കുറച്ച് പേര്, കുറച്ച് പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊരു ഓഡിഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവരെയൊക്കെ ഫിക്സ് ആയത്. ബട്ട് എല്ലാവരും എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. എനിക്ക് ആക്ടേഴ്സിന്റെ കാര്യത്തിൽ 100% ഓക്കെ ആയിരുന്നു. ഓക്കെ. ഇനി രാവിലെടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പോലീസ് വേഷങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും നമ്മളൊരു യുണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടാലാണല്ലോ നമ്മളെ ഒന്ന് നോട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം എല്ലാം അവൻ ഒരേപോലെ തന്നെ ചെയ്യുന്നു എന്നുള്ളൊരു സാധനം വരും. അപ്പൊ എന്താ അതിനു വേണ്ടി ചെയ്യാറുള്ളത്? ഇല്ല, ഞാനിത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ശരത്തിനോട് ശരത്തെ ഇത് ഡയലോഗ് തൊണ്ടേ കുടുക്കി ചാവുന്ന അവസ്ഥയാണ്. അങ്ങോട്ട് ഇത് കംപ്ലീറ്റ്ലി, കാരണം നമുക്ക് ഒരുപാട് ദിവസങ്ങളോ ഒരുപാട് ലൊക്കേഷൻസോ ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഡയലോഗ് കിട്ടിയാണ്. ഇത് ഇത്രയും ഡയലോഗ് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ബോറടിയും. ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡയലോഗ് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന മോഡുലേഷനിലോ എന്തെങ്കിലും കുട്ടി വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുത്തുക എന്നുള്ളതല്ല. അല്ലാണ്ട് ഇപ്പം ഭയങ്കര എക്സ്ട്രീംസ് പിടിക്കാനും പറ്റില്ല, കാരണം ഈ ക്യാരക്ടറിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു കുട്ടി പരിപാടികൾ. ഇപ്പൊ അടുത്ത് ഇറങ്ങാനുള്ളത് ഒരു പോലീസ് കഥാപാത്രമാണ്. സോണി ലിമിറ്റ് ഒരു സീരീസ് ആണ്, ഒരു സീരീസ് ആണ്. പക്ഷെ അതില് ഇതേ കണക്കല്ല, എല്ലാത്തിലും കൊച്ചു അത് ചിലര് ശ്രദ്ധിച്ചോളണമെന്ന് പോലുമില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൊണ്ട് ചെറിയ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഞാൻ ചിലരോട് ആദ്യം ചോദിച്ചപ്പോഴതാ, ഇയാൾക്ക് എവിടെയെങ്കിലും ഒക്കെ ആദ്യം കുറച്ച് മറ്റേ ലൂസായിട്ട് അന്വേഷിച്ചു തുടങ്ങാം, കുറച്ച് കാഷ്വൽ ആയിട്ട് പതുക്കെ കയറിയാൽ പോലെ.
കാരണം ശരിക്കും പറഞ്ഞാൽ എഴുതിയിരിക്കുന്നതിൽ എല്ലാത്തിലും മറ്റേ ഇയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണമാണ്. ഇത് ആദ്യം തൊട്ടേ ആളുകൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എത്ര നേരം ഇയാളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്ത് പോകും. അപ്പൊ അത് കാരണം ആദ്യം കുറച്ച് ലൂസായിട്ടാണ്, എന്നാൽ ഭയങ്കര ഫണ്ണിയായിട്ട് അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. കുറച്ച് ലൂസായിട്ട് പതുക്കെ പതുക്കെ കയറുന്ന രീതിയിലാണ് ഞാൻ കൺസീവ് ചെയ്തത്. എനിക്കും കിട്ടിയത് അങ്ങനെയാണെങ്കിൽ കാരണം നമ്മൾ വിചാരിക്കും ഇത് കിട്ടൂല. ഇല്ല ഞാൻ ഫ്രണ്ടിൽ ഇരുന്നാണ് ഫസ്റ്റ് കണ്ട മനുഷ്യൻ ഞാനാണ്. ഓക്കെ ഗായത്രി, ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നെഗറ്റീവ് സീൻസ് പറഞ്ഞു, എന്നാലും ഞാൻ ചോദിക്കുക ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ടൈപ്പ് ഓഫ് റോൾസ് എന്തൊക്കെയാ? ഈ പറയുന്ന പോലെ തന്നെ ഈ വലിയ പണിയെടുക്കണ്ടെന്ന് ഇപ്പൊ എല്ലാരും പറഞ്ഞല്ലോ, അത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ അതോ എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? എനിക്ക് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങള്, ഫണ്ണാണോ, കുറച്ച് ഫണ്ണായിട്ടുള്ള സാധനങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട് ഉണ്ട് മൈൻഡിൽ. അതൊന്നും എനിക്ക് ചെയ്താല് അതൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. കാരണം എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നത് എനിക്ക് കുറച്ച് ഇങ്ങനത്തെ ഒരു ഷെയ്ഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊക്കെയാണ്. അപ്പൊ അതൊന്ന് മാറ്റിപ്പിടിച്ച് കുറച്ച് വ്യത്യസ്തമായുള്ള സാധനം, അല്ലെങ്കിൽ നമ്മളൊരു ഇതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോ കുറച്ച് കൂടുതൽ ആക്ടിങ് സൈഡ് ഇനിയും എക്സ്പ്ലോർ ചെയ്യണം. യെസ്. ഇനി ഞാനിത് സിനിമയുടെ ഭാഗമായതുകൊണ്ട് ചോദിക്കണം കേട്ടോ, ഇപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല, ഈ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ സിനിമ റിലീസ് ആവുന്ന സമയത്തും അതിന് മുമ്പും ഒക്കെ ഉണ്ട്. ആക്ടേഴ്സിന്റെ സൈഡിലും ഉണ്ട്, ഡയറക്ടർ സൈഡിലാണെങ്കിൽ അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളുണ്ടോ ലൈഫിൽ? ഏതെങ്കിലും അന്ധവിശ്വാസങ്ങളുണ്ടോ? ഇല്ല, അത് അന്ധവിശ്വാസങ്ങൾ എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ വളർന്നത് അതുമായിട്ടാണ്. അപ്പൊ അത് അന്ധമാണോ എന്ന് എനിക്കറിയാം. അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ദൈവം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടും. ആ രീതിയിൽ പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അപ്പം അങ്ങനെ കാണാം. അപ്പൊ അത് അന്ധവിശ്വാസമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. സിനിമ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ കേട്ടിട്ടുണ്ട് ഒരുപാട്. നമ്മൾ അങ്ങനെ ഞാനിപ്പോ ഈ അടുത്ത് കുറച്ചായിട്ട് കേൾക്കാറുള്ള സാധനമാണ്, അതായത് തൃശ്ശൂര് പടം ഹിറ്റായാല് കൺഫേം ആണ് കേരളം മുഴുവൻ പടം ഹിറ്റായിരിക്കും. അത് അന്ധവിശ്വാസമല്ല. ഞാൻ കൊല്ലമാണ്. അപ്പൊ എൻ്റെ അടുത്ത് നന്ദുചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൊല്ലത്തൊരു പടം ഹിറ്റാണെങ്കിൽ ആ പടം ഹിറ്റാണെന്ന് പണ്ട് പറയുന്ന രീതിയിൽ. കാരണം ആ ആളുകൾ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലപ്പം അത്രയും നല്ല അഭിപ്രായം വന്നാൽ മാത്രമേ തിയേറ്ററിൽ പോകത്തുള്ളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ കളക്ഷൻ ഉണ്ടെങ്കിൽ പടം ഹിറ്റാണ്. മറ്റു ജില്ലക്കാർ ചിലപ്പോൾ ഏത് സിനിമ കാണുമായിരിക്കും. അത് നോം പോലെ കിടക്കുകയാണ്. അത് അന്ധവിശ്വാസം എന്നാൽ ഏതെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞതല്ലേ, നമ്മൾ വന്നത് ആ സിറ്റുവേഷനിൽ നിന്നാണ്. എല്ലാരും മീൻസ് ഫോമായി വരുന്ന ആ സിറ്റുവേഷനിൽ നിന്നാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പുറക്കി വരുമ്പോ അതിലൊന്നും കാര്യമില്ല. ഞാൻ ഈ കുഞ്ഞിലെ മുതലേ കേട്ടുള്ള സാധനം എന്താ വെച്ചാൽ, ഈ 2 മൈനയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് സമ്മാനം കിട്ടും എന്നൊക്കെ പറയും. പിന്നെ അത് എനിക്ക് തന്നെ അറിയാൻ കിട്ടത്തൊന്നുമില്ല, പക്ഷെ എന്തായാലും കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇനി എങ്ങാനും ഒരു സമ്മാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുമില്ല ലൈഫില്. അല്ല, ഈ സിനിമകളിൽ ബന്ധപ്പെട്ടിട്ട് ഇപ്പം കർക്കിടകത്തിലെ സിനിമകൾ ജനറലി തുടങ്ങാറില്ല. ഞാൻ ഡയറക്ഷൻ ടീമിലും കൂടെ വർക്ക് ചെയ്ത സിനിമയാണ് പുരുഷപ്രേതം. അത് കർക്കിടകത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. മഴയുള്ള സമയമാണ്, പക്ഷെ അത് പലരുടെയും ഡേറ്റ്, അതൊരു ചെറിയ സിനിമ, 32 ദിവസം കൊണ്ട് തീർത്ത സിനിമയാണത്. ഒരു വളരെ ചെറിയ ബഡ്ജറ്റിൽ തീർത്തൊരു സിനിമയാണത്. പക്ഷെ 32 ദിവസം കൊണ്ട് ആ സിനിമ തീർക്കുകയും പറഞ്ഞ ബഡ്ജറ്റിൽ തീർക്കുകയും അതിന്റെ OTT സെയിലും ഡിജിറ്റൽ റൈറ്റ്സും ഒക്കെ പോയി ആ പ്രൊഡ്യൂസർക്ക് ഒരു 300% പ്രോഫിറ്റ് കിട്ടിയ സിനിമ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർക്കിടകത്തിൽ കാരണം എല്ലാം എക്സ്ട്രീം. കാരണം ഇടയ്ക്ക് മഴ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് വേറെ ചെയ്യാനുള്ളൊരു രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലും പ്രത്യേകിച്ച് കാര്യമില്ല. എനിക്ക് അങ്ങനെയുള്ള അന്ധമായുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. അല്ല അതുകൊണ്ടല്ലാണ് ഞാനിത് ചോദിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ സിനിമകളിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർ ചിലർ നമ്പർ, വണ്ടി എടുക്കുന്ന നമ്പറിൽ പോലും ഈ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. സോ അപ്പൊ അതൊന്ന് ഓഫ് സിനിമ എന്നുള്ള രീതിയിലൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങളുടെ അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണോ? ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹേഷേട്ടന്റെ പടമാണ്. അത് വളരെ വലിയൊരു സിനിമ, ഒരു ചെറിയ ഭാഗമാണ്. അതിലെന്തെങ്കിലും സീക്രട്ട് നമുക്ക് പറയാനായിട്ടുണ്ടോ? ഒന്നും പറയാൻ അത് എന്റെ കുറച്ച് പോർഷൻസ് ദുബായിലും ബാക്കുലുമായിട്ട് ഷൂട്ട് കഴിഞ്ഞു. ഇനി കൊച്ചിയിൽ ഒരു 3-4 ദിവസങ്ങളുണ്ട്. ആ സിനിമ കുറച്ചധികം നാൾ പോകും. ഡൽഹി, ഹൈദരാബാദ്, ലണ്ടൻ കുറെ ഉണ്ട്. അത് കുറെ നാൾ എടുക്കും. എനിക്കൊന്ന് എല്ലാരും കൂടെയുള്ള കോമ്പിനേഷൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ട് പോലുമില്ല. സമയം എടുക്കും. ഇപ്പൊ അതെനിക്ക് ഒന്ന് കൊച്ചി കഴിഞ്ഞ് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു തോന്നുന്നു. അതുകൊണ്ട് സോണിയുടെ ഒരു സീരീസ് ഇറങ്ങാനുണ്ട്. അതിന് ഏപ്രിലായിരിക്കും തോന്നുന്നു. പോലീസ് കഥാപാത്രം ചെയ്യുന്നത് കൃഷ്ണന്റെ സീരീസ് ആണ്. സംഭവ വിവരണം 4 സംഘം എന്നാണ് അതിന്റെ ടൈറ്റിൽ. ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു സീരീസ് ആണ്. ട്രിവാൻഡ്രം ഒരു പഴയ ഗാങ്സ്റ്റർ സ്റ്റോറീസ്, ഗാങ്സ്റ്റർ കോമഡിയാണത്. പിന്നെ വേറൊരു പടം ഇന്നലെ, അതിപ്പോ പറയാറായിട്ടില്ല, സംസാരിച്ചത് പതുക്കെ ജൂലൈയിലേക്കൊക്കെ ഉണ്ടാവുള്ളൂ.
എന്റെ ഞാൻ ഹർ എന്ന് പറഞ്ഞ വേറൊരു വെബ് സീരീസ് ഇതുപോലെ അതിന്റെ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പൊ അത് നിൽക്കുന്നത്. അതിന് ഉടനെ റിലീസ് ഉണ്ടാവും. കഴിഞ്ഞു ഷൂട്ട് ഷൂട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു പടം ചെയ്തു, അരുൺലാൽ രാമചന്ദ്രൻ കരികുന്നം സക്സസ് റൈറ്റർ, പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യുന്ന മലയാള പടം. അതിലൊരു ക്യാരക്ടർ ഇതുപോലെ ചെയ്തു. അതിന്റെ റിലീസ് വിഷു അടുപ്പിച്ചായിരിക്കണം. അതെ, രാഗേൻ നായർ. എന്താണ് പ്രോജക്ട്സ് ആക്ച്വലി പ്രീ പ്രൊഡക്ഷനിലാണ്. ഒരു ബിഗ് സ്ക്രീൻ സാധനം ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴെന്നെ വിളിക്കണം കേട്ടോ സൗണ്ട്. ആക്ച്വലി ഞാൻ സൗണ്ട് ചെയ്തിട്ടുണ്ട്. ജോൺ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടി വോയിസ് കേട്ടിട്ട് മനസ്സിലായി. ഹലോ ജോൺ ശരിക്കും മുഴുവൻ സീനും കാണിച്ചു തന്നിട്ടില്ല. അപ്പുറത്തുനിന്ന് എന്താ പറയണമെന്ന് അറിയില്ല, ഇവിടുന്ന് പറയണത് മാത്രം ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. ഞാൻ ഭയങ്കര ഷോർട്ട് ആയിട്ട് അടയാളം എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡാണ്. അപ്പം ലാസ്റ്റ് ആയിട്ട് അതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ചേട്ടാ. അപ്പൊ ഇന്നിപ്പോ തിയേറ്ററിൽ ഇപ്പൊ ഇത്രയും പേര് നമ്മുടെ ഫാമിലി നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുടെ കൂടി ഇരുന്നാണ് കാണാൻ പറ്റിയത്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുന്നതിന്റെ സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ എന്താണ് ആ ബാക്കിയുള്ളവരുടെ എക്സ്പ്രഷൻസ് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്ത് തോന്നി ആ സമയത്ത്? ഇല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാനത് കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പൊ ഞാനത് അതുപോലെ ഞാൻ ചെയ്തതിലെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായിട്ടിരിക്കാണല്ലോ കാണാൻ പറ്റും. അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ ഇപ്പൊ ഈ മഹേഷിന്റെ പടം ഷൂട്ട് ചെയ്യാൻ നേരത്ത് എന്തോ ഒരു ഷോട്ട് വെച്ച് എടാ നീ നെറ്റ് ചുളിക്കരുതെന്ന് പറഞ്ഞു, നീ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് നോക്കിയപ്പോ ഞാൻ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് അഭിപ്രായങ്ങൾ ആളുകൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ഇനി ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ നെറ്റ് ചുളിയില്ല. അതിലും പോലീസ് ക്യാരക്ടറാണോ? അല്ല, അതിലൊരു എംബസി ഓഫീസർ ആയിട്ടാണ് ഇതിന്റെ ഒരു വേരിയേഷൻ. പോലീസ് വിട്ടിട്ട് പട്ടാളം, സെക്യൂരിറ്റി സർവീസ്, അങ്ങനെയുള്ള പരിപാടികൾ. ഞാനും ഈ പറയുന്ന പോലെ ഞാൻ എന്റെ ഒരു എന്തൊക്കെയാണ് എന്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അതിൽ ഒരു പോരായ്മ പിടിച്ചു വെച്ചിട്ടുണ്ട്. വിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സാധനമാണത്. ഞാൻ ഭയങ്കരമായിട്ടും എന്റെ ബ്ലിങ്കിങ് കുറച്ച് കൂടുതൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചില ഡയലോഗ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഐ ബ്ലിങ്കിങ് അത് ഞാൻ അറിയാണ്ട് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് അങ്ങനെ ശരിക്കും പാടില്ല. ആ ഒരു സാധനം നമ്മള് ഡയലോഗ്സ് പറയുമ്പോഴാണെങ്കിൽ ആ ഒരു ഇമോഷനിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ ഐ ബ്ലിങ്കിങ് വരില്ല. അത് ഞാൻ ഇന്ന് നോട്ട് ചെയ്തു. വിച്ച് ഇസ് എന്റെ ഒരു പോരായ്മയായിട്ട് അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സ്ക്രീൻ ആക്ടിങ്ങിന്റെ ഒരു സംഭവമാണ്. നമ്മൾ ശരിക്കും പ്ലേസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ക്യാരക്ടറായിട്ട് നമുക്ക് നിന്ന് പെർഫോം ചെയ്യാം. സ്ക്രീൻ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ലെൻസ് ഏതാണ്, ആംഗിൾ ഏതാണ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെ അഭിനയിക്കണം. അല്ലാണ്ട് ഞാൻ ആസ് എൻ ആക്ടർ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ സാധനം ഏറ്റവും രസമായിട്ട് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിനയിക്കുന്നതിന്റെ കൂടെ വേറെ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സ്ക്രീൻ ആക്ടിങ്ങിലെ പ്രാക്ടീസ് ഇതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രാക്ടീസിലൂടെ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അത് ശരത് ഇവരെല്ലാം കണ്ടില്ല, അതുകൊണ്ട് അവരവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരത് എന്തായാലും 2-3 വട്ടം അല്ല, ഞാൻ ആക്ച്വലി സ്ക്രീനിലല്ല നോക്കിയത്. അത് ഉള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഫിലിം മേക്കിങ്ങിന്റെ പലർക്കും പല ഗൂസ് ബംസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പ്രൊഡക്റ്റ് ചെയ്തതിന് ശേഷം അതിനെ മീൻസ് ആ ഒരു ഓഡിയൻസിന്റെ അടുത്ത് എത്തിക്കുമ്പോൾ അവർക്ക് അവരുടെ ഫേസിൽ വരുന്നൊരു ഫസ്റ്റ് ഇമോഷൻ ഉണ്ടല്ലോ, അത് കാണാനാണ് ആക്ച്വലി എനിക്കിഷ്ടം. അതിപ്പം ഇത് ഫിലിം ആയതുകൊണ്ടെന്നല്ല, ഇപ്പൊ നേരത്തെ ചെയ്തിരുന്ന കോർപ്പറേറ്റ് വർക്ക് ആയാലും ശരി, എല്ലാം അങ്ങനെ ഒരു ഫസ്റ്റ് ഓഡിയൻസിന്റെ അടുത്ത് എത്തിക്കുമ്പോൾ അവരുടെ ഫേസിലുള്ള അവരുടെ ആ ഇമോഷൻ കാണാനാണ് എനിക്ക് താല്പര്യം. ഞാൻ അതാണ് ഇന്ന് മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കേ, എന്നിട്ട് എന്ത് തോന്നി? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് കണ്ടിട്ട് എന്ത് തോന്നി? കാരണം ഇപ്പൊ പ്രിവ്യൂ ആക്ച്വലി എന്താ പറയാ, കാസ്റ്റ്, ക്രൂ, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും, ബാക്കി ഓഡിയൻസ് ആണ്, പുറത്തുള്ളവരാണ് അടുത്ത് ജഡ്ജ് ചെയ്യാനോ. അത് ജഡ്ജ്മെന്റിൽ എന്തായാലും പ്രോബ്ലം ഇല്ല, അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, നോ പ്രോബ്ലം. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അതിൽ ഹാപ്പിയാണ്. രാവിലെ നിങ്ങൾ രണ്ടുപേരോടും കൂടെ ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് വരുമ്പോഴൊക്കെ എപ്പോഴും ഒരു ഡിമോട്ടിവേഷൻ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സക്സസ് ആവാത്തത് വരേക്കും നമ്മളെ തളർത്താൻ, സക്സസ് ആയാൽ പോലും ചിലപ്പോൾ നമ്മളെ തളർത്താൻ ആൾക്കാരുണ്ടാവും, എന്നാൽ പോലും കുറച്ച് കൂടുതലായിരിക്കും. എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നത്? അല്ല, അത് ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. രണ്ട്, എല്ലാ കാലവും എപ്പോഴും ഇതൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന എനിക്കൊരു ഓൾട്ടർനേറ്റ് കരിയറും കൂടി ഉണ്ട്. എനിക്കൊരു ബിസിനസ് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. അതുള്ളത് കൊണ്ട് പിന്നെ ഞാൻ ഇത് വിചാരിച്ചിരിക്കുക ഒരിക്കലും വിടില്ല. ചിലപ്പോൾ 40s ആയിരിക്കും, 50s ചിലപ്പോൾ നല്ലൊരു പരിപാടി കിട്ടുന്നത്. ദിവസം അയച്ച് കുറച്ച് നേരത്തെ കിട്ടി നല്ല
എന്തായാലും വിട്ടുകളയില്ല. ഇല്ല, വിട്ടുകളയില്ല. അത് നമുക്ക് അതിൽ തീരുമാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും നമ്മളെ വന്ന് രക്ഷിക്കുമെന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഞാൻ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയ സമയത്ത് കരിക്കുമില്ല, എനിക്ക് കൃഷ്ണാന്തരനെ പരിചയമില്ല. നമ്മൾ ആ ഒരു ജേർണിയിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ജേർണിയാണ്. പഴയലും ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ഒക്കെ അടിക്കുന്നത്. എന്നും വിചാരിച്ച് പിന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ഇത് ഞാൻ വിട്ടു കൊടുക്കില്ല എന്നുള്ളത്. കാരണം ഇത് വിടാനായിട്ട് ഒരുപാട് പേര് പറയും. അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നമ്മൾ വളർന്ന ഒരു സൊസൈറ്റൽ നോംസ് ഉണ്ടല്ലോ. അവിടെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുക, ഏത് സിനിമ പുച്ഛം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വേറൊരു പരിപാടിയും കൂടെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ആരും അധികം കുറ്റം പറയുന്നത്. കുറച്ച് പടങ്ങളിലൊക്കെ ഉണ്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ഡിമോട്ടിവേറ്റഡ് ആവാണ്ട് നമുക്ക് സ്വയം നോക്കാൻ പറ്റും. ചുറ്റും ഡിമോട്ടിവേഷന്റെ ഏരിയകളായിരിക്കും, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ലാലേട്ടനേക്കാളും കൂടുതൽ ഇപ്പം ആസ് എ വുമൺ ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം കുറച്ച് കൂടുതലായിരിക്കും എങ്ങനെ വന്നാലും. എങ്ങനെയുണ്ട് ലൈക്ക് ഹൗ ഓവർകമ്മിങ്? എനിക്ക് ഇതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് വേറെ കരിയർ ഒന്നും ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇത് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കുറച്ചധികം ആദ്യമൊക്കെ ഈ പറയുന്ന പോലെ എന്റെ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്താ താങ്ക് ഗോഡ്, അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് എപ്പോഴും. പിന്നെ ഈ ബാക്കിയുള്ള പുറമേ കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ടാണ്, ഇവളെന്താ ചെയ്യുന്നേ, അഭിനയിക്കുന്നു, ഓക്കെ, വേറെ എന്താ വരുമാനം, ഇങ്ങനെ ചോദിക്കും. ഞാൻ അതിനെന്താ കിട്ടുന്നേ, കുട്ടിക്കൊരു ലൈഫ് എങ്ങനെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും, എപ്പോഴും ഒന്നും സിനിമയില്ലല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ക്വസ്റ്റ്യൻസ് സാധാരണ എന്നെ ഇന്ന് വരെ ആ ക്വസ്റ്റ്യൻസ് ഒന്നും എഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്റെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ ഞാൻ ഈ ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഫോക്കസ്ഡ് ആണ്. അതിന് എത്ര കൊല്ലെടുത്താലും അതിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ വിജയിക്കും എന്ന് എനിക്ക് എവിടെ ഒരു വിശ്വാസം എന്നിൽ തന്നെ എനിക്കുണ്ട്. അത് എന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആണ്. അടുത്തടുത്ത പരിപാടികൾ ചെയ്യാം, ഒന്ന് കഴിഞ്ഞ് അടുത്ത പരിപാടി ചെയ്യാം. പിന്നെ ഈ ഒരു ബ്രേക്ക്, ഒരു ടൈം ഉണ്ടാവുമല്ലോ, ലൈക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്തത് കിട്ടാനുള്ള ഒരു വെയിറ്റിംഗ്, ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ നമ്മളെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു അടുത്ത പ്രോജക്റ്റ് ഇനി എപ്പം ആകും, അല്ലെങ്കിൽ അടുത്തിനി ആരെന്നെ വിളിക്കും, ഈ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു തോട്ട് എപ്പോഴും ഉണ്ട്. പിന്നെ അതൊന്ന് ഡീൽ ചെയ്ത് പോവാന്നുള്ളതാണ് കുറച്ച് പണിയാണ് അത്. പക്ഷെ ഇല്ല, എങ്ങനെയൊക്കെയോ സംഭവം അങ്ങനെ പോകുന്നു. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ രണ്ടുപേരും സ്ക്രീനിൽ വരുന്നവരാണ്, അപ്പൊ പിന്നെ അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് പിന്നെ അറിയാം ഓക്കെ ഇവര് അഭിനയിക്കുന്നുണ്ടെന്നുള്ള. ഡയറക്ഷനിൽ നിൽക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കഷ്ടപ്പാട്. കാരണം എന്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ഇപ്പോഴും അവൻ അവസാനം ഇപ്പം ആഡ്സിലേക്ക് മാറി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വരുമാനം ഒരു കാര്യമായിട്ട് എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനമാണ്. അതും പോരാണ്ട് ഡയറക്ഷൻ ഈ ക്യാമറയുടെ ബാക്കിൽ നിൽക്കണല്ലേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇവർക്ക് വരുന്നത്. എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയാം. നിങ്ങൾക്ക് എന്തെത്ര പണിയെന്ന് ചോദിക്കൂ, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടോ? ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ആളാണ്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് 1-2 വർക്കുകൾ പുറത്ത് ചെയ്ത് അവിടെ എന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ടെക്നോ പാർക്ക് ക്വിറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി മീഡിയ പ്രൊഡക്ഷനിലൂടെ ഇറങ്ങിയ ആളാണ്. ബട്ട് അപ്പോഴും ഫിലിം അല്ലായിരുന്നു, കൊമേഴ്ഷ്യൽസ് ആയിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റാണ്, കുറച്ച് സ്റ്റേബിളായി, വരുമാനമുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സാധനം പിന്നീട് പുറത്തിറക്കാൻ അങ്ങനെ ഒരു ജേണിയിലാണ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ എന്തായാലും വലിയൊരു പ്രൊജക്ട് കൂടെ വരാൻ പോലെ ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് എനിക്കിപ്പോ നിങ്ങൾ 3 പേരും കൂടെ ഒന്നാമത് വാലന്റൈൻസ് ഡേയിലാണ് ഈ ത്രില്ലർ ഇറങ്ങാനായിട്ട് പോകുന്നത്, സസ്പെൻസ് സാധനം ഇറങ്ങാനായിട്ട് പോകുന്നത്. സോ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനായിട്ടുള്ളത് അബൌട്ട് അടയാളം? അല്ല, വാലന്റൈൻസ് ഡേയും അടയാളവുമായിട്ട് കണക്ട് ചെയ്താൽ കണക്ട് ചെയ്യേണ്ടവർ കണക്ട് ചെയ്യട്ടെ. അല്ലാണ്ട് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങൾക്കൊരു ഒരു വലിയ എക്സ്പീരിയൻസ് തന്ന ഒരു സാധനം. അപ്പോൾ അത് അതുപോലെ ഓഡിയൻസിൻ്റെ അടുത്ത് എത്തട്ടെ, ആ ഒരു ഫീലിൽ തന്നെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ്. മലയാളം ആക്ച്വലി വരുന്നത് സ്നാപ്പ് സീരീസ് ഒറിജിനൽസിൻ്റെ കൂടെയാണ്. അപ്പോൾ അവരൊരു യൂട്യൂബിൽ സ്നാപ്പ് സീരീസ് ഒറിജിനൽസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചാനലിലാണ്. സോ February 14th മുതൽ ഓരോ എപ്പിസോഡും ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 4 എപ്പിസോഡ്സ് വരുന്നുണ്ട്. 1 day ബ്രേക്കേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോകുന്ന രീതിക്കായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബ്രേക്ക് ഒന്നുമില്ല. സോ കാണട്ടെ, ഓഡിയൻസ് കാണട്ടെ. അതെ, എന്തായാലും ഞാൻ കണ്ടു, സാധനം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് ഇനി ഇവിടെ വരാൻ പറ്റും. ഇനിയല്ല, ഞാൻ വലിയൊരു സ്റ്റുഡിയോ ഒക്കെ ആക്കി നിങ്ങൾ അങ്ങോട്ട് വരണം തീർച്ചയായിട്ടും കേട്ടോ.
അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ്. ചിൽ ചിൽ Thank you, thank you. ഓക്കെ ശരി.